നമസ്കാരം. ചിത്രവർണ്ണങ്ങൾ. കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അകലെ ആകാശച്ചോലയിൽ വെളുത്ത പരൽ മീനുകൾ ഒഴുകി നടന്നു. അവയ്ക്കിടയിൽ ഭീമൻ മരങ്ങൾ ചില ചെറുകഥകളിൽ കാണാറുള്ളത് പോലെ കറുത്ത ബലൂണുകൾ കണക്കെ തൂങ്ങിക്കിടന്നു. സ്കൂൾ വിട്ടു വന്ന ഞാൻ യൂണിഫോം പോലും മാറ്റാതെ തിണ്ണയിൽ ആകാശം നോക്കി കിടന്നു. അങ്ങനെ എത്ര നേരം കിടന്നു എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്കെപ്പോഴും അമ്മ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, എന്നെ ശകാരിക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും അത്ര കാര്യമാക്കിയില്ല. പിന്നീട് എപ്പോഴും അമ്മ വന്ന് എന്നെ തൊട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ കിടന്നാൽ മതിയോ, രാത്രിക്ക് എന്തെങ്കിലും കൂട്ടാനും വാങ്ങണ്ടേ, പിന്നെ നാളെ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാനുള്ളതല്ലേ, പച്ചക്കറി കട വരെ പോകണം, രാത്രി ആകാറായി. ഞാൻ എണീറ്റു. മടിയോടുകൂടി തന്നെ എണീറ്റു. സഞ്ചിയും എടുത്ത് പുറത്തിറങ്ങി. ഇതെന്താ കട്ടാൻ പോവുകയാണോ? എൻ്റെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും നോക്കി അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ പുള്ളിമുണ്ടോ കായമുണ്ടോ എടുത്ത് കടയിൽ പോയാൽ പോരെ, ആ യൂണിഫോം അഴിച്ചതായോ, ഞാനൊന്ന് കഴുകി കേട്ടെ. ഞാനതൊന്നും ശ്രദ്ധിക്കാതെ സജീവമായിട്ട് പുറത്തിറങ്ങി സൈക്കിളിനടുത്തേക്ക് നടന്നു. സൈക്കിളിനടുത്തെത്തിയപ്പോഴാണ് സൈക്കിളിനെന്തോ വല്ലാത്തൊരു ഭവ്യത എനിക്ക് തോന്നുന്നുണ്ട്. ടയറൊക്കെ നിലം പറ്റി കിടക്കുന്നു. ഞാൻ ഞെക്കി നോക്കി. പഞ്ചർ തന്നെയാണ്, പിൻ ടയർ പഞ്ചറാണ്. ഞാൻ സൈക്കിളും എടുത്ത് നേരെ സൈക്കിൾ കടയിലേക്ക് നടന്നു. വീടിനടുത്ത് തന്നെയാണ് സൈക്കിൾ കട. അവിടെ ചെന്നപ്പോൾ കടക്കാരനില്ല. ഒരു 6-7 വയസ്സുള്ളൊരു ആൺകുട്ടി അവിടെ ഇരിപ്പുണ്ട്. അച്ഛനിപ്പോൾ വരും, വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് കുട്ടി പറഞ്ഞു. ഞാൻ ബെഞ്ചിൽ, സൈക്കിൾ സ്റ്റാൻഡിട്ട് വെച്ച് ബെഞ്ചിലിരുന്നു. ഞാൻ അയാളെയും കാത്ത്. അകലെ ടാക്സിയിൽ നിന്നും പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. എനിക്ക് പോകേണ്ട പച്ചക്കറി കടയും ആ ടാക്സിനടുത്ത് തന്നെയാണ്. അപ്പം മാറ്റിനി കഴിഞ്ഞ് ഫസ്റ്റ് ഷോയ്ക്ക് മുമ്പുള്ള റെക്കോർഡാണ് കേൾക്കുന്നത്. ഞാൻ പാട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും സൈക്കിൾ കടക്കാരനെ കാണാനില്ല. അച്ഛനിപ്പോൾ വരുന്ന കുട്ടി, ആ നിഷ്കളങ്കനായ കുട്ടി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും അയാളെ കാണാനില്ല. അങ്ങനെ ഞാൻ എണീറ്റു. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ പമ്പെടുത്ത് സൈക്കിളിൻ്റെ പിൻ ടയർ എയർ അടിച്ചു നോക്കി. എയർ നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞെക്കി നോക്കി, കുഴപ്പമൊന്നുമില്ല. സൂചി പഞ്ചറാണെന്ന് തോന്നുന്നു. ഞാൻ സൈക്കിൾ ചവിട്ടി നേരെ സൈക്കിൾ കടയിലേക്ക്, മറ്റേ പച്ചക്കറി കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 2-3 പേര് വാങ്ങാൻ വന്നവരുണ്ട്. അവർക്ക് സാധനങ്ങൾ പൊതിഞ്ഞ് കൊടുക്കായിരുന്നു കടക്കാരൻ. അപ്പോൾ സാധനങ്ങൾ കൊടുക്കുന്നതും പൈസ വാങ്ങുന്നതെല്ലാം ഈ ചേട്ടൻ തന്നെയാണ്. വേറെ ആരും ആ കടയിലില്ല. ഒരു സ്റ്റാഫുള്ള ഇദ്ദേഹത്തിൻ്റെ തന്നെ കട, ഇദ്ദേഹം തന്നെയാണ് പൈസ വാങ്ങുന്നതും സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ ടാക്സിയിലെ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഈ പാട്ട് ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ പെട്ടെന്ന് ഞങ്ങളോട് നിശബ്ദരാകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അമ്പരന്നു. ഇതെന്ത് ഈ പച്ചക്കറി പൊതിഞ്ഞ് കൊടുക്കുന്നതിനാണ് ഇയാൾ പെട്ടെന്ന് ഞങ്ങളോട് ഉണ്ടാതിരിക്കാനായിട്ട് ആംഗ്യം കാണിക്കുക. അതൊരു ആജ്ഞയായിരുന്നു, വെറുതെ കാണിക്കല്ല, ഒരു ആജ്ഞ പോലെയാണ് ഞങ്ങളോട് ഉണ്ടാതിരിക്കാൻ ആംഗ്യം കാട്ടിയത്. ഞങ്ങളെന്താ കാര്യം അറിയാതെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ നമ്മൾ കേൾക്കാത്ത, അങ്ങനെ ആ നക്ഷത്രങ്ങളിലെ ജയചന്ദ്രൻ്റെ ഭാവാത്മകമായ ഗാനമാണ് ഒഴുകി വന്നത് ടാക്സിയിൽ. ആ പാട്ട് കഴിഞ്ഞു. പെട്ടെന്ന് ഇയാൾ ഭാവം മാറി. ഇയാൾ എല്ലാവരും മുഖത്ത് നോക്കി ചിരിച്ചു. കടക്കാരൻ ഈ പൊതിഞ്ഞുകൊണ്ട് കെട്ടിക്കൊണ്ടിരുന്നാണ് തക്കാളി പൊതി കെട്ടി പൂർത്തിയായിക്കൊണ്ട് ഇയാൾ ഞങ്ങളോട് പറഞ്ഞു, ഈ പാട്ട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇതെപ്പോൾ കേട്ട് കഴിഞ്ഞാലും ഞാൻ നിശബ്ദനായി ആ പാട്ട് കേൾക്കാറുണ്ട്. ആ സമയത്ത് മറ്റുള്ളവർ സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിശബ്ദരാകാൻ പറഞ്ഞത്. ആ പാട്ടിൻ്റെ ചിത്രവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സത്യത്തിൽ ആ പാട്ട് തുടങ്ങേണ്ടതും അത് വെച്ചാണ് തുടങ്ങേണ്ടത്.
ഞങ്ങളത് കേട്ട് എല്ലാവരും ചിരിച്ചു, അയാളും ചിരിച്ചു. സത്യത്തിൽ ഇയാൾ ഈ ടാക്കീസിൻ്റെ അടുത്ത് തന്നെ കട കൊണ്ടിട്ടത് വെറുതെ അല്ലാന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് പച്ചക്കറി കിട്ടിയത്. എനിക്ക് മുന്നേ വന്ന ആളുകൾക്ക് കൊടുക്കണമല്ലോ, അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് സാധനങ്ങൾ തന്നു. ഞാൻ സഞ്ജീവായിട്ട് സൈക്കിളിനടുത്തെത്തി. സൈക്കിളിനടുത്ത് എത്തിയപ്പോൾ സൈക്കിളിന് എന്തൊരു പശപ്പശകൾ. ഇതെന്താണത്? ഞാൻ ഞെക്കി നോക്കി. ടയർ പഞ്ചർ, എയറൊന്നുമില്ല. എന്താ ചെയ്യുക? നന്നായിട്ട് ഇരുട്ടും പരന്നു തുടങ്ങി. അപ്പം ഞാൻ സൈക്കിള് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് നാടിനെ മുഴുവൻ നടുക്കിക്കൊണ്ട് അതിശക്തമായിട്ടുണ്ട് ഇടി അങ്ങോട്ട് വെട്ടി. മിന്നലും ഇടിയും വെട്ടി. ആയത്തിൽ വെട്ടിയപ്പോൾ തന്നെ ടാക്കീസിലെ പാട്ട് നിന്നു. ഞാൻ പഞ്ചറായ സൈക്കിളിൽ മുന്നോട്ട് തന്നെ നടന്ന് ഒരു 5-6 അടി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, ധൈര്യം നാടിനെ മുഴക്കിക്കൊണ്ടതിൽ രണ്ടാമത്തെ ഇടിവിട്ട് ഭയങ്കര മിന്നലും. അതോടുകൂടി എന്താ പറയുക, സ്ട്രീറ്റ് ലൈറ്റുകൾ കംപ്ലീറ്റ് കെട്ടു. നാടാകെ ഇരുട്ടിലായി. എന്ന് മാത്രമല്ല, ആകാശത്ത് ഈ തൂങ്ങിക്കിടന്ന കറുത്ത തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന കറുത്ത ബലൂണുകളുണ്ടല്ലോ, ഒന്നാകെ അങ്ങോട്ട് പൊട്ടിച്ചതറി. ശരീരം സകലം മഴയിൽ കുളിച്ചു. നാടാകെ മഴ, മിന്നൽ, കാറ്റ്, ഇടി, എല്ലാ സംഭവങ്ങളും. എന്താ ചെയ്യുക? ഈ പഞ്ചറായ സൈക്കിളും ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിക്കൂടെ ആ യാത്ര എന്തൊരു മനോഹരമായി എന്ന് പറയാം. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഭാരം സൈക്കിളായിരുന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് എറിഞ്ഞു കളയാനായിട്ട് എനിക്ക് തോന്നി ആ സൈക്കിള്. അല്ലെങ്കിൽ കൈയും വീശി ഇങ്ങനെ പോരായിരുന്നു അതിലെങ്കിൽ. അങ്ങനെ ഞാൻ ഒരു കണക്കിന് ആ സൈക്കിളുന്തി മഴ കൊണ്ട് ഇടിവിട്ടും മിന്നലും കാറ്റും ഇതൊക്കെ സഹിച്ച് ഞാൻ ആ ദുഷ്കരമായ റോട്ടിൽ കൂടെ ഞാൻ വീടിനെത്തി. സൈക്കിൾ കടക്കാരൻ തന്നെ നേരത്തെ അവനെ പൂട്ടിപ്പോയിരുന്നു. ആ സൈക്കിൾ കട അടഞ്ഞു കിടന്നു കട. ഞാൻ വീട്ടിലെത്തിയപ്പോൾ നിർഭാഗ്യവശാൽ അമ്മ ഒരു ചിമ്മിനി കത്തിച്ച് തിന്നാൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വേഗം സൈക്കിള് അവിടെ വെച്ച് അപ്പുറത്ത് നിന്ന് ഈ നനഞ്ഞ ഷർട്ടും മുണ്ടെല്ലാം മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വന്നു. അമ്മയും ചില ചീത്തേരെ കളി, ശകാരത്തിൻ്റെ കളി. ആകെ നനഞ്ഞു കുളിച്ച് ആകെ നിൽക്കുന്ന എന്നെ നോക്കി ചീത്ത പറയാതിരിക്കുമോ? എന്തൊരു ചീത്തയായിരുന്നു ഇതായിരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? എപ്പോൾ പോയതാണ് വീട്ടിൽ നിന്ന്? ഈ സമയം കൊണ്ട് അവിടെ ഇങ്ങോട്ട് നടന്നു പോയാലും സാധനങ്ങൾ വാങ്ങായിരുന്നു. പച്ചക്കറി വാങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. ചീത്ത എല്ലാം ശരി തന്നെയാണ്, എന്ത് ചെയ്യാൻ? അത് കഴിഞ്ഞു, ചീത്ത കഴിഞ്ഞു. അത് അമ്മയുടെ ശകാരത്തിൻ്റെ ആ ചൂട് ശരിക്കും അറിഞ്ഞത് അപ്പോഴല്ല, പിറ്റന്നാളാണ്. നേരെ വെളുത്ത് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുമ്പോൾ യൂണിഫോമായിട്ട് അമ്മ വന്നു. ഇത് കംപ്ലീറ്റ് യൂണിഫോം മുഴുവനായിട്ടും കരിമ്പനടിച്ച് ആകെ വൃത്തികേടായിരുന്നു. ഞാൻ കഴിയണില്ല, ഇത് കഴിയിട്ട് ഇനി കരിമ്പം പോവില്ല. ഇനിയിപ്പോൾ ഒരു അയ്യുന്നൊരു കള്ളിമുണ്ട് എടുത്തുകൊണ്ട് തന്നെ കാണിച്ചു. നീ ഇത് എടുത്ത് പോയാൽ മതി, സ്കൂളിൽ യൂണിഫോമൊന്നും വേണ്ട, ഇത് എടുത്ത് പോയാൽ മതി. ഇന്നലെ കഴിയിടാന്ന് പറഞ്ഞതല്ലേ, എന്ത് ചെയ്യാൻ? ആ സൈക്കിൾ കടയിൽ കാത്തിരുന്ന നേരം അങ്ങോട്ട് പച്ചക്കറി കടയ്ക്ക് നടന്നു പോയാലും മതിയായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാറ്റും മഴയും ഇടിവിട്ടും ഇതും ഈ ചിത്രവർണ്ണങ്ങളുടെ തൊന്തരവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ? എൻ്റെ സ്വതസിദ്ധമായ ജന്മസിദ്ധമായ ആ വിവരക്കേട് ഓർത്ത് ഞാൻ തലകുമ്പിട്ടുന്നു. അല്ല എന്ത് ചെയ്യും? സംഭവിച്ചു പോയില്ല. നമസ്കാരം. താങ്ക് യു.